ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുന്ന പുണ്യദിനങ്ങളിൽ കൂടിയാണ് നാം യാത്ര ചെയ്യുന്നത്. ലോകത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് കാൽവറി മുകളിലേക്ക് യാത്ര ചെയ്യുകയും ആകാശത്തിനും ഭൂമിക്കും മധ്യേ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിന്മേൽ യാഗമായി അർപ്പിക്കപ്പെടുകയും സകല ലോകർക്കും പാപപരിഹാരവും സമാധാനവും ആശ്വാസവും തൻ്റെ മരണം വഴിയായി ക്രിസ്തു പ്രദാനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുന്നതാകുന്ന ഈ സമയങ്ങളിൽ യേശുക്രിസ്തു കുരിശിന്മേൽ വെച്ച് തിരുവായി മൊഴിഞ്ഞ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള ആ വാക്യമാണ് ഇന്നത്തെ പഠനത്തിനായി ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? സത്യത്തിൽ ഒരു നിരാശ കലർന്ന വേദന നിറഞ്ഞ ഒരു പ്രസ്താവനയായി ഒരുപക്ഷെ ഈ വാക്യത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമാകാം ഏറിയ പങ്കാളുകൾക്കും ഇടയായി തീരുന്നത്. ഒരു മനുഷ്യൻ സങ്കടക്കടലിൽ ആഴ്ന്നു നിൽക്കുമ്പോൾ എല്ലാവരാലും പരിഹസിക്കപ്പെട്ട് അധിക്ഷേപിക്കപ്പെട്ട് നിന്ദയും പരിഹാസവും ആക്ഷേപവും ഒക്കെ ഏറ്റ് ഇപ്രകാരം മരക്കുരിശിന്മേൽ തറയ്ക്കപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് സ്വാഭാവികമായും ശാപത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും ഒക്കെയായി മാറുക എന്നത് സ്വാഭാവികമായി നടക്കപ്പെടുന്ന കാര്യമാണ്. അപ്രകാരം ദൈവം പോലും തന്നെ കൈവിട്ടുവോ എന്നുള്ള വേദന നിമിത്തം, സങ്കടം നിമിത്തം യേശുക്രിസ്തു പറഞ്ഞ വാക്കായി, നിരാശ നിറഞ്ഞ വാക്യമായി ഇതിനെ വ്യാഖ്യാനിക്കുന്ന ഒത്തിരി അധികം ആളുകൾ ഉണ്ടാകാം. എന്നാൽ ഈ തിരുവചനം എന്തുകൊണ്ടാണ് യേശുക്രിസ്തു കുരിശിന്മേൽ കിടന്ന് യാഗമായി അർപ്പിക്കപ്പെടുവാൻ പോയ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈ തിരുവചനം അരുളി ചെയ്തത് എന്നുള്ളത് കൃത്യമായി ഒരു പഠനത്തിന് വിഷയീഭവിപ്പിക്കേണ്ടത് തന്നെയാണ്. യേശുക്രിസ്തു അരുളി ചെയ്ത ഈ വചനം 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമായി നാം ഇപ്പോൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വചനമാണ്. 22-ാം സങ്കീർത്തനം 1-ാം വാക്യമായി നാം വായിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള അതേ വാക്യം തന്നെയാണ്. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമായിട്ടാണ് 22-ാമത്തെ സങ്കീർത്തനത്തെ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നാൽ വരുവാനിരിക്കുന്ന മശിഹ സഹിക്കേണ്ടുന്നതാകുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് കാലങ്ങൾക്ക് മുമ്പേ ദാവീദ് വഴിയായി പ്രതിപാദിപ്പിക്കപ്പെട്ട ഒരു രേഖ എന്ന നിലയിലാണ് 22-ാം സങ്കീർത്തനത്തെ വേദപുസ്തക പഠിതാക്കൾ കാണുന്നത്. ആ സങ്കീർത്തനത്തിലുടനീളം യേശുക്രിസ്തു അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ആ സങ്കീർത്തനത്തിലുടനീളം നാം കാണുന്നുണ്ട്. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റി, ഞാൻ വെള്ളം പോലെ തൂകപ്പെട്ടിരിക്കുന്നു, എൻ്റെ അസ്ഥികളെയൊക്കെയും എനിക്ക് എണ്ണിയെടുക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്ന രീതിയിലായി മാറിയിരിക്കുന്നു, ഇപ്രകാരം എൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു. ഇപ്രകാരമുള്ള നിരവധി വിവരണങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട് ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് രാജാവ് വഴിയായി കാലങ്ങൾക്ക് മുമ്പ് മശിഹ അനുഭവിപ്പാനിരിക്കുന്ന സങ്കടക്കടലുകളെ പ്രത്യേകമായി വിവരിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനം എന്നുള്ള രീതിയിൽ ഇതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അനേക വേദപുസ്തക പഠിതാക്കളുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന പിതാവ് യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ തിരുമൊഴിയായ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തിന് എന്നുള്ള വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്:
അത് കേവലം നിരാശയുടെയോ തള്ളപ്പെട്ടതിൻ്റെയോ പരിഹസിക്കപ്പെട്ട് അധിക്ഷേപിക്കപ്പെട്ട് ആരുമില്ലാതെയായതിൻ്റെയോ ഒരു നൊമ്പരമായി നമ്മുടെ കർത്താവ് പറഞ്ഞതല്ല. മറിച്ച് 22-ാം സങ്കീർത്തനം വീണ്ടും പറയുക വഴിയായി കാലങ്ങൾക്ക് മുമ്പ് തൻ്റെ പേരിൽ പറയപ്പെട്ടിരുന്ന എല്ലാ പ്രവചനങ്ങളും ഇപ്പോൾ ഇതാ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം തുടങ്ങിയിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ നാന്ദി എന്നോണം യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള ആ സങ്കീർത്തന വാക്യം. സത്യത്തിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി, ഭാരങ്ങളിൽ കൂടി, സങ്കടങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നതായ സാഹചര്യം സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും ഉണ്ടായി എന്ന് വരാം. ആ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലൊക്കെയും സ്വാഭാവികമായും നമുക്ക് തോന്നാവുന്ന ഒരു ചിന്തയാണ്, ദൈവം പോലും എന്നെ കൈവിട്ടിരിക്കുന്നുവോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമുക്ക് കടന്നു വരാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ദൈവം അങ്ങനെ നമ്മെ കൈവിടുന്നവനാണോ? യേശുക്രിസ്തുവിൻ്റെ കുരിശീകരണവും കുരിശീകരണ അനുബന്ധമായി നടത്തപ്പെടുന്ന കാര്യങ്ങളുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്താണ്? ദൈവം കൈവിട്ടു എന്നുള്ള ബോധ്യമല്ല. അതിനേക്കാൾ ഉപരിയായി കുരിശിൻ ചുവട്ടിൽ അവന് താങ്ങും ബലവും അഭയവുമായി കുരിശിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന് ആശ്വാസമായി പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് കുരിശീകരണം നമുക്ക് പകർന്നു നൽകുന്നത്. അത്രയും തിരുവചനത്തിലുടനീളം ഇപ്രകാരം കൂടെയുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ ഭംഗിയായി 13-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. സത്യത്തിൽ ഈ ലോക ജീവിതത്തിൽ നമുക്കേറെ പ്രത്യാശ പകരുന്നത് ഈ തിരുമൊഴികളാണ്. ഒരു നാളും നമ്മെ കൈവിടാതെ, ഒരു നാളും നമ്മെ ഉപേക്ഷിക്കാതെ, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും ജീവിതത്തിൻ്റെ ദുഃഖനിമിഷങ്ങളിലും എല്ലാം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നമ്മെ വഴി നടത്തുവാൻ തക്കവണ്ണം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാവണം നമ്മെ ഈ ജീവിതയാത്രയിൽ സകല അഗ്നിപരീക്ഷകളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കേണ്ടത്. നമ്മുടെ കർത്താവ് എത്രയധികം പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരോട് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വലിയ ഉറപ്പ് പകർന്നിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമായി നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതാണ്, ഏതെങ്കിലും ഒരു മകൻ അപ്പം ചോദിച്ചാൽ അതിനു പകരം ഏതെങ്കിലും ഒരു പിതാവ് കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇങ്ങനെ ചോദിച്ചതിന് ശേഷം യേശുക്രിസ്തു തന്നെ അവരോട് പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ തക്കവണ്ണം അറിയുന്നുവെങ്കിൽ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. സത്യത്തിൽ നാം നനയ്ക്കുന്നതിലും വിചാരിക്കുന്നതിലുമൊക്കെ അപ്പുറമായി വിവിധ തരത്തിലുള്ള ദിവ്യദാനങ്ങളെ കൊണ്ട് നമ്മെ നിറച്ച് ഈ ലോക ജീവിതത്തിൽ നിന്ന് പിരിയുവോളം അതിനും അപ്പുറവും നമുക്ക് കൂട്ടായിരിക്കുന്ന ഒരു നിത്യസ്നേഹമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കണ്ടാലും ലോകാന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ സാധ്യമാകാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയമായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കാണ് ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം ഇല്ലാതെ പോകുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ എത്ര ഭംഗിയായിട്ടാണ് ഇയ്യോബ് കടന്നുപോയ എല്ലാ സങ്കടക്കടലുകളുടെയും മധ്യത്തിൽ തന്നെ കളിയാക്കുന്നവരുടെ മുമ്പിൽ, തന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, തനിക്കെതിരെ നിന്ന് ആക്ഷേപം പറയുന്നവരുടെ മുമ്പിൽ ഇയ്യോബ് എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നെ പരിഹസിക്കുകയും എന്നെ അധിക്ഷേപിക്കുകയും വേണ്ട, ദൈവം പരിപാലകനാകുന്നു എന്നുള്ളത് എനിക്ക് മാത്രമല്ല ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും വളരെ കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. അതിനുശേഷം ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ മൃഗങ്ങളോട് ചോദിപ്പീൻ, അത് പറഞ്ഞു തരും ദൈവം പരിപാലകനാണെന്ന്. അതിനുശേഷം പറയുന്നുണ്ട്, ആകാശത്തിലെ പക്ഷികളോട് ചോദിപ്പീൻ, അത് പറഞ്ഞു തരും ദൈവം പരിപാലകനാണ്. അതിനുശേഷം പറയുന്നു, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയോട് ചോദിക്കുക, ഭൂമി പറഞ്ഞു തരും ദൈവം പരിപാലകനാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾ മത്സ്യങ്ങളോട് ചോദിക്കുക,
അതും ദൈവം പരിപാലകനാണ് എന്ന് പറഞ്ഞു തരും. ഇതൊന്നും കണ്ടിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ദൈവം പരിപാലകനാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ഇയ്യോബ് നമ്മോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നാമും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചറിയേണ്ടത് ആവശ്യം തന്നെയാണ്. സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയേലിന് കാവലായി അവിടെ മൃഗം നിന്നു. ഏലിയാവ് കെരീത്ത് തോട്ടിനരികിൽ വിശന്നു വലഞ്ഞിരിക്കുമ്പോൾ അവന് ഭക്ഷണവുമായി കാക്ക അവൻ്റെ അരികിൽ എത്തുന്നു. യോന സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിപതിക്കുമ്പോൾ ഒരു വലിയ മത്സ്യം അവനെ വിഴുങ്ങിയെങ്കിലും അവനെ ദൈവകൽപ്പന പ്രകാരം കരയിൽ ഛർദ്ദിക്കുവോളം തൻ്റെ ഉദരത്തിൽ സുരക്ഷിതമായി വഹിപ്പാൻ തക്കോണമുള്ള നിയോഗം മത്സ്യം ഏറ്റെടുക്കുന്നു. ഇങ്ങനെ ഈ ജീവജാലങ്ങളെല്ലാം ദൈവത്തോടുള്ള പ്രതിബദ്ധതയും ദൈവത്തിൻ്റെ കൽപ്പനകളോടുള്ള വിധേയത്വവും എത്ര ഭംഗിയായിട്ടാണ് ഈ ജീവജാലങ്ങളെല്ലാം നിർവഹിക്കുന്നത്. എന്നിട്ടും കടലുപോലെ അനുഗ്രഹങ്ങൾ ലഭിച്ച നമുക്കാണ് പലപ്പോഴും ദൈവം നഷ്ടമായി പോയി, ദൈവം നമ്മെ നിരാശയിലേക്ക് വലിച്ചിട്ടിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിനൊരു എഴുന്നേറ്റം ഉണ്ടാവുകയില്ല എന്നൊക്കെയുള്ള ഒരു നിരാശാബോധം വല്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തിലാണ് അറിഞ്ഞുമറിയാതെയും ഉണ്ടായി വരുന്നത്. അപ്പോൾ യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞത് ഒരു നിരാശയുടെ രോദനമായിരുന്നില്ല. മറിച്ച് സകല പ്രവചനങ്ങളും തന്നിൽ പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ 22-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് അത് ഉരുവിട്ട് ഇതാ പ്രവചനങ്ങളെല്ലാം എന്നിൽ നിവർത്തിയാകുവാൻ തക്കവണ്ണമുള്ള സമയം സമാഗതമായി എന്ന് കൃത്യമായി സാക്ഷിക്കുകയായിരുന്നു. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചില ദുരന്ത നിമിഷങ്ങളിലെങ്കിലും നമ്മളൊക്കെ ഒറ്റയ്ക്കായി പോകും എന്നുള്ളതൊരു സത്യമാണ്. ദൈവം മാത്രമേ നമുക്ക് ആശ്രയമായി ആ കാലത്ത് കൂടെ ഉണ്ടാവുകയുള്ളൂ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മെ ഇട്ടിട്ടു പോകുന്ന, സകല മനുഷ്യരും നമ്മളോട് കൂട്ടുവരുവാൻ സാധ്യമാകാത്ത, പഴിച്ചു പറയുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ദൈവത്തെ തൻ്റെ ശരണമാക്കുകയും ദൈവം തങ്ങളുടെ ശരണമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഈ ലോകത്തിൻ്റെ തള്ളിപ്പറയലുകളിലോ പരിഹാസങ്ങളിലോ ഒറ്റപ്പെടുത്തലുകളിലോ ഒന്നും തളർന്നു പോകുവാൻ ഇടയാകാതെ നിലകൊള്ളുവാൻ സാധിക്കും എന്നുള്ളത് തിരുവചനം നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശയും ധൈര്യവും തന്നെയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്നതാകുന്ന ഈ ദിവസങ്ങളിൽ നാം ആരും ഒറ്റയ്ക്കായി പോകുന്ന അനുഭവത്തിലേക്ക് ദൈവം തള്ളിവിടുന്നില്ല എന്നും അതിനേക്കാൾ ഉപരിയായി വചനത്തിൻ്റെ ശക്തിയാലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ ബലത്താലും തുടർ ജീവിതങ്ങളിൽ തേജസ്സോടെ, അനുഗ്രഹത്തോടെ, ബലത്തോടെ ജീവിപ്പാൻ തക്കോണം ദൈവം സഹായകനായി എപ്പോഴും നമുക്ക് അരികിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വളരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. പഴയ നിയമം മുതലേ കൂട്ടുവരുന്നൊരു ദൈവത്തെയാണ് നാം കാണുന്നത്. പഴയ നിയമത്തിൽ എത്ര ഭംഗിയായിട്ടാണ് നാം വായിക്കുന്നത്. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നു. വെയിലാറുമ്പോൾ അവരെ കാണുവാൻ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന ദൈവം, അബ്രഹാമിനോട് ഉറ്റ സ്നേഹിതനോടെന്നവണ്ണം സംസാരിക്കുന്ന ദൈവം, മോശയോട് ഉറ്റ ചെങ്ങാതിയോടെന്നവണ്ണം സംസാരിക്കുന്ന ദൈവം, ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്രയിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവരോട് കൂടെ നടക്കുന്ന ദൈവം, ഈ 40 സംവത്സരക്കാലം അവരണിഞ്ഞിരുന്ന വസ്ത്രത്തിന്റെ പകിട്ട് മങ്ങിപ്പോവുകയോ അവരുടെ കാൽ നീര് വെച്ച് വീങ്ങുകയോ ചെയ്യാതെ അവരോട് കൂടെ ചേർന്നിരുന്ന ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ എത്ര ഭംഗിയായിട്ടാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്. മനുഷ്യരോട് കൂടെയായിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് മനുഷ്യപുത്രിയിൽ നിന്ന് ജഡം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിക്കുന്ന ദൈവം. അമ്മാനുവേൽ എന്നുള്ള പേരാണല്ലോ ക്രിസ്തുവിന് നൽകുന്നത്. ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് ഇനി മുതൽ നാം നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല. നമ്മോട് കൂടെ കരം പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം കൂടെ ഇരിക്കുന്നു എന്നുള്ള ബോധ്യവും ഉറപ്പും നമുക്ക് ഉണ്ടാകുക തന്നെ വേണം. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളും പീഡാസഹനങ്ങളും ആരംഭിച്ചപ്പോൾ ആരും അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതായ തിരുവചനത്തിൽ നാം വായിക്കുന്നില്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു തൻ്റെ പീഡാസഹനത്തെ പറ്റി പറഞ്ഞപ്പോൾ അന്ന് മുതൽ ശിഷ്യന്മാർ ആരും പരസ്യമായി അവനോടുകൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം മുതിർന്നില്ല. ഒരു ബാല്യക്കാരൻ വെറും പുതപ്പ് മാത്രം ധരിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയി. അവർ അവനെ പിടിച്ചു. ഉടനെ അവൻ പുതപ്പ് ഉപേക്ഷിച്ച്
നഗ്നനായി ഓടിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ മനുഷ്യരാരും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് വായിക്കുമ്പോൾ അതിനൊരു മറുപുറം കൂടെയുണ്ട്. ക്രിസ്തുവിനോടൊപ്പം കടലുപോലെ എന്തുമാത്രം മനുഷ്യരാണ് കൂടെ ഉണ്ടായിരുന്നത്. ഗലീലായിൽ അവൻ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കേവലം 12 പേർ മാത്രമായിരുന്നു അവനോടുകൂടെ ഈ യാത്രയിൽ അണിചേർന്നിരുന്നതെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ പിന്നീട് ചെല്ലുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം മുഴുവനും അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. യെരുശലേം നഗരത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനത്തിൽ ഒരു നഗരം മുഴുവനും ഇളകി അവൻ്റെ പിന്നാലെ പോയി എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ദുരന്ത സന്ധികളിൽ അവനോട് കൂട്ടുചേർന്നിരിക്കുവാൻ തക്കവണ്ണം വിരലിലെണ്ണാവുന്നവർ പോലും ഈ ഭൂമുഖത്തെ മനുഷ്യരായി കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തിരുവചനം സാക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും അങ്ങനെയുള്ള സംഘർഷഭരിതമായ സങ്കടകരമായ ജീവിതാനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി എന്ന് വരാം. കൂടെയാകണമെന്ന് നാം ആഗ്രഹിക്കുന്ന മനുഷ്യർ പോലും കൂടെയായി വരുവാൻ തക്കവണ്ണം താല്പര്യപ്പെടാതെ നമ്മെ ഏകരാക്കി ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ക്രിസ്തുവിന് അഭയമായ പിതാവാം ദൈവം കാവലായി നിന്നതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ബലവും അഭയവും പകരുവാൻ തക്കവണ്ണം കാരുമ്പാണികളാൽ കരങ്ങൾ തുളയ്ക്കപ്പെട്ട നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലുണ്ട് എന്നുള്ള ബോധ്യം നമ്മെ വഴി നടത്തുവാനും കൂടുതൽ പ്രകാശത്തോടെ ഈ ജീവിതത്തെ അഭിമുഖീകരിപ്പാനും തക്കവണ്ണം ഇടയാക്കട്ടെ. യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് നിരാശയുടെ വാക്കുകളല്ല, മറിച്ച് എല്ലാ പ്രവചനങ്ങളും തന്നിൽ നിവർത്തിതമാകുവാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ ക്രിസ്തു വളരെ സന്തോഷത്തോടുകൂടെ പാരായണം ചെയ്ത തിരുവചന ഭാഗമാണത്. ദൈവത്തിൻ്റെ പരിപാലന വിധങ്ങളിൽ ഉറപ്പും ധൈര്യവുമില്ലാതെ ഇരിക്കുന്നത് നമ്മെപ്പോലെയുള്ളവർക്കാണ്. ദൈവം എത്ര അത്ഭുതകരമാം വിധം നമ്മെ പരിപാലിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ വലിയ അധ്വാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തിന് മുൻപ് വരെ നാം ജീവിച്ചിരുന്ന ജീവിത ചുറ്റുപാടുകളിലാണോ നാം ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതിയാകും. ദൈവം നമുക്ക് നാം ആവശ്യപ്പെടാതെ തന്നെ ചൊരിഞ്ഞു നൽകിയ ദിവ്യദാനങ്ങൾ അതെത്ര വലുതാണ്. ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലിയ സാക്ഷ്യപത്രമാണ് നമ്മുടെ ജീവിതം തന്നെ. വീണു പോകാമായിരുന്ന ഇടങ്ങൾ, തകർന്നു പോകാമായിരുന്ന സാഹചര്യങ്ങൾ, തള്ളപ്പെട്ടു പോകാമായിരുന്ന ഇടങ്ങൾ, അവയിൽ നിന്നൊക്കെ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നാം ഓരോരുത്തരെയും കൈപിടിച്ച് വഴി നടത്തിയിട്ടുള്ളത്. എന്നിട്ടും ദൈവം പരിപാലകനാണെന്നുള്ള വിശ്വാസം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പരാജയമാണ്. യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഏതിനോടൊക്കെയാണ് ഏറ്റവും അധികമായി കലഹിച്ചിട്ടുള്ളത്? 2 കാര്യങ്ങളോടാണ് ക്രിസ്തു കലഹിച്ചതായി തിരുവചനം സാക്ഷിക്കുന്നത്. ഒന്നാമതായി മതാത്മകതയോടാണ്. മതമാണെല്ലാം എന്ന് പറയുകയും കരുണ കൈവെടിയുകയും ചെയ്ത മനുഷ്യരെ യേശുക്രിസ്തു വളരെ പരുഷമായ ഭാഷയിലാണ് ശാസിച്ചിട്ടുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അങ്ങനെ എത്ര പാഠങ്ങളാണ് നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ന്യായപ്രമാണം അനുസരിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും ന്യായപ്രമാണ ബന്ധിതങ്ങളാകുന്ന കരുണയും സ്നേഹവും ദയവും ഒക്കെ വിട്ടുകളയുകയും ചെയ്യുന്ന മനുഷ്യരെ ക്രിസ്തു രൂക്ഷമായ ഭാഷയിലാണ് ശാസിക്കുന്നതെന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ ജീരകത്തിലും ചതകുപ്പയിലുമൊക്കെ പതാരം കൊടുക്കുന്നു, പക്ഷേ കരുണയും സ്നേഹവും എല്ലാം നിങ്ങൾ വിട്ടുകളയുന്നു. നിങ്ങൾ ഒരാളെ മതത്തിൽ ചേർക്കുവാൻ തക്കവണ്ണം കരയും കടലും കടന്ന് നിങ്ങൾ സഞ്ചരിക്കുന്നു. ചേർത്ത ശേഷമോ നിങ്ങളുടെ അണിവിരൽ കൊണ്ടുപോലും അവരുടെ ഭാരങ്ങളെ താങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയാകാതെ ഭാരമേറിയ ചുമടുകൾ നിങ്ങൾ അവരുടെ ശിരസിന്മേൽ വെച്ചു കൊടുക്കുന്നു എന്നൊക്കെ യേശുക്രിസ്തു എത്ര സങ്കടപ്പെട്ടാണ് മതം മാത്രമാണെല്ലാം എന്ന് പറഞ്ഞു നടന്ന മനുഷ്യരോട് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ക്രിസ്തു രണ്ടാമതായി കലഹിച്ചിട്ടുള്ളത് വിശ്വാസമില്ലാത്ത ആളുകളോടാണ്. അതും തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അധികം വീര്യപ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുവാൻ സാധിച്ചില്ല. വീണ്ടും ഒരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോവുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് തീർച്ചയായും നിങ്ങളെ അനുസരിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ,
വിശ്വാസത്തിൽ നിലനിൽക്കുക, ദൈവം വൻകാര്യങ്ങളെ നമുക്കായി ചെയ്യുമെന്ന് പ്രത്യാശിക്കുക. ഇതാണ് ആത്മീയനെന്ന് അവകാശിക്കുന്ന മനുഷ്യനുണ്ടാകേണ്ടുന്ന സ്വഭാവ ഗുണം എന്നുള്ളത്. നിർഭാഗ്യവശാൽ ആ സ്വഭാവ ഗുണങ്ങളിലേക്കൊന്നും വളരുവാൻ തക്കവണ്ണം ഇക്കണ്ട കാലം കൊണ്ടൊന്നും നമുക്കാർക്കും ആയിട്ടില്ല എന്നുള്ളത് നമ്മുടെ വലിയ പരാജയം തന്നെയാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അത്രയും നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ അടിക്കടി കടന്നു വരുമ്പോഴും വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. നിർഭാഗ്യവശാൽ അതിന് നമുക്ക് സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആകുല ചിത്തതകൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത്. അത്രയും ഇന്നത്തെ ജീവിതത്തെ പറ്റിയുള്ള സങ്കടങ്ങൾ കൂടാതെ നാളെയും മറ്റേനാളും എങ്ങനെയായിരിക്കുമെന്നുള്ള ചിന്തയും, ഇനി അടുത്ത തലമുറയിൽ ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുവാൻ പോകുന്ന സങ്കടങ്ങൾ എന്തായിരിക്കുമെന്നുള്ള വ്യഥയും ഒക്കെ ഇങ്ങനെ കൂട്ടിവെച്ച് നാം വല്ലാതെ നിരാശയിലേക്ക് ആഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ നിരാശയിലേക്ക് ആഴ്ന്നു പോകുന്നതല്ല, അതിനേക്കാൾ ഉപരിയായി പ്രത്യാശയിൽ നിലനിൽക്കുക എന്നുള്ളത് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശുക്രിസ്തു ഉള്ളുലഞ്ഞ് നിലവിളിക്കുമ്പോൾ അതിന് സമാനമായി നിലവിളിക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് നാമും തിരിച്ചറിയണം. എന്നാൽ അങ്ങനെ നിലവിളിക്കുമ്പോൾ അരികിലണയുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ സുരക്ഷിത കരവലയത്തിനുള്ളിൽ ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ കുഴപ്പമെന്ന് പറയുന്നത് ദൈവം നമ്മെ നോക്കുന്ന ആവൃത്തിക്കുള്ളിൽ നിന്നും അപ്പുറത്തായി പോകുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ നോക്കുമ്പോൾ തൻ്റെ അരികിൽ അണയുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹത്തോട് അവനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു വെമ്പലോടുകൂടെ തിരുസന്നിധിയിൽ കാണപ്പെടുവാൻ ഇടയാവുക എന്നത് പ്രധാനമാണ്. നിർഭാഗ്യവശാൽ നമുക്ക് അതിനും ഇടയാകാതെ ഇരിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ ആ കണ്ണോട്ടത്തിനുള്ളിൽ നിന്ന് പോലും അപ്പുറത്തായി അത്രയ്ക്ക് സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ള ചിന്തയിൽ അതിനൊക്കെയും അപ്പുറത്തായി മറികടന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മെ കരം പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ നമ്മുടെ ഉള്ളം കൈകൾ വെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സാധ്യമാകാത്ത അവസ്ഥയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാനും വേദവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ പറ്റി, വ്യാകുലതകളെ പറ്റി, പ്രയാസങ്ങളെ പറ്റി ശാന്തമായി മനനം ചെയ്യുവാനും നമുക്ക് വേണ്ടി കാൽവറി മലമുകളിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഥകളെ വായിക്കുവാനും നമുക്ക് ഇടയായി തീരട്ടെ. അങ്ങനെ ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം പുതിയ പുതിയ ആത്മീക പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനേകർക്ക് മാതൃകകളായി, അനേകർക്ക് സാക്ഷ്യം പകരുന്നവരായി, പ്രത്യാശയുടെ അടയാളങ്ങളായി ഈ ലോക ജീവിതത്തിൽ വ്യാപരിപ്പാൻ ദൈവം നാം ഏവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ ഈ പറഞ്ഞതുപോലെ വേദവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറികടപ്പാൻ തക്കവണ്ണം ദൈവം ബലവും അഭയവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.